Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് കുക്കിംഗ് ബിരിയാണി. ഗ്രീഷ്മ ഈസ് ഗോയിങ് ടു കുക്ക് ബിരിയാണി ഗൈസ്. നോക്കിക്കേ എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ചിക്കൻ മേടിക്കാൻ പോവാണ്. രാവിലെ ബിരിയാണി ഞങ്ങൾ ക്രേവിങ്സ്, അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോവാണ്. പ്രവീണ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആള് മേടിച്ചിട്ടുണ്ട് പകുതി സാധനങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ മേടിക്കാൻ പോവാ. ഇനി ബാക്കി വന്നിട്ട് കാണാം. ബൈ. അമ്മ ഇപ്പം ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മ കട്ടിങ് ഓണിയൻ. ഞാൻ അമ്മേ കണ്ടു ഗൈസ്. പിന്നെ ഞാൻ പാതിക്ക് വെച്ച് വർക്കിന് പോകും. ഞാൻ വർക്കിന്റെ ഇടയിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ അരി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അരി വാങ്ങിച്ചോണ്ട് വന്ന് വഴി വെച്ച് ഇവിടെ കിട്ടി എനിക്ക് ചിക്കൻ കടയിൽ നിന്ന്. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഹൈ ഗൈസ്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ് ഗൈസ്. ചിക്കൻ ബിരിയാണി ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി. ഫസ്റ്റ് ടൈമാണ് ഗ്രീഷ്മ ചിക്കൻ എല്ലാ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അലീനോട് ചോദിച്ചു നോക്കിയാൽ മതി. അലീന ഇതില് കമന്റ് ചെയ്യണം. സീരിയസ് ആയിട്ട് അന്ന് കുറച്ച് വെന്ത് പോയാരി, ബാക്കിയൊക്കെ കറക്റ്റ്. സെക്കൻഡ് ടൈമാണ് ഗൈസ്. സെക്കൻഡ് തേർഡ് ടൈമോ? തേർഡ് ടൈമാണ് വന്ന ഗ്രീഷ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. നമ്മള് ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്ന വെച്ചാ വെളുത്തുള്ളിയൊക്കെ അരിയണം. അതിന് വേണ്ടി സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കണേണ്. അവിടെ വെളുത്തുള്ളി ആക്ച്വലി ഞാനിപ്പൊ പോകട്ടോ. എന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുള്ളൂ. അതിന് മുന്നേ റെഡിയാക്കി വെക്കണേ. ഓക്കെ, നമുക്ക് ഇതൊക്കെ അരിഞ്ഞിട്ട് കാണാം ഗൈസ്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി പേസ്റ്റ് ആക്കാൻ പോണേ. സവാള, മല്ലിയില അരിഞ്ഞതിൽ ഇപ്പൊ നമ്മ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീഷ്മ. അതിലത്തെ കുറച്ച് പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പറ ഷെഫ്, പറ എന്തൊക്കെ ചെയ്തു. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അരച്ചത്, തക്കാളി, മല്ലിയില, ഇനി ഉപ്പ്, മസാലപ്പൊടിയൊക്കെ ഇടണം. തൈര് വെച്ച തൈര് ഒഴിച്ചു. നമ്മൾ ശരിക്കും മിക്സ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ അങ്കു ഷെഫിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇൻസ്പയർഡ് ആണ്. നല്ലോണം അതെല്ലാം കൂട്ടി മിക്സ് ചെയ്യണം. അതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത് അല്ലേ ഗ്രീഷ്മ? അതെ ഗൈസ്, നമ്മ ചിക്കനുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. ഗ്രേവി അല്ലേ? അതെ, ചിക്കൻ ഗ്രേവി. എന്നിട്ട് ഇതിൽ നമ്മൾ ചിക്കൻ ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. അരമണിക്കൂർ, 3/4 മണിക്കൂർ, കൂടി ഒന്ന് 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. കഴുകി മാറ്റി വെച്ച വേപ്പിലാണത്. ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമ്മൾ മലയാളികളും ഇത്തിരി തീരെ കൂടി കളയാൻ പാടില്ല. അതെ, മലയാളികൾ. പിന്നെ ഇതിൽ ഇനി വരത്തില്ലെന്നും മനസ്സിലായത് ഇപ്പൊ നമ്മൾ കളയും. ഇതാണ് നമ്മുടെ. ഇതും മിക്സ് ചെയ്യണം. ഇനി നമുക്കിനി കയ്യൊക്കെ ഒന്ന് പൊളിയാൻ തുടങ്ങും ഗൈസ്. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോ ഒരു പുകച്ചിലുണ്ട് ഗൈസ്. എന്നിട്ട് ഇത് നമ്മൾ ചിക്കൻ ഇട്ട് റെസ്റ്റ് ചെയ്യണം. ഇത് ലാസ്റ്റ് ആണ്, ഫൈനൽ സ്റ്റേജ്. നല്ല മണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ക്യാമറയുടെ പുറകെ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കണേന്ന് ഇപ്പൊ കാട്ടിത്തരാം. പുറകിൽ ഞാൻ
ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ എന്റെ ഡെഡിക്കേഷൻ ആലോചിക്കണം, എന്തൊക്കെയാണ് ചെയ്യണം യൂട്യൂബ് ചാനലിന് വേണ്ടി അല്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്നെ. ഇനി നമുക്ക് ഫസ്റ്റ് കഴിയേണ്ടത് നമ്മൾ ചിക്കൻ ഇതിലോട്ട് ഇടേണ്ടതാണ്. ഇത് എന്ത് പീസാന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ചിക്കൻ കാല ഇങ്ങനെ നോക്കിയിട്ട് ഇനി ഇത് മിക്സ് ആക്കി എന്താ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് 3/4 മണിക്കൂർ. റൈസ് അപ്പൊ എന്താ ചെയ്യണ്ട? റൈസ് അവിടെ നമ്മ ഷോക്ക് ചെയ്യാൻ വെച്ചേക്കണം 20 മിനിറ്റ്. ജീരകശാല അരിയാണ് എടുത്തേക്കണം. ഇതില് മസാല ശരിക്കും പിടിക്കും റെസ്റ്റ് ചെയ്യുമ്പോ. ഗൈസ് അപ്പൊ നമ്മ എന്താണ് മസാലയൊക്കെ മിക്സ് ചെയ്ത് ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം 45 മിനിറ്റ്സ്. അപ്പോ ഞാൻ വർക്കിന് പോണേണ്. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോ ഞാൻ ഗ്രീഷ്മനെ എത്തിച്ചിട്ടാണ് പോണത്. ഞാൻ പോയിട്ട് വന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും ചെയ്യണുണ്ടെങ്കിൽ അവള് വീഡിയോ കാട്ടിത്തരും എന്നാണ് എൻ്റെ വിശ്വാസം. ചിരി. അപ്പം ഇനി നിങ്ങൾ കുറച്ചു നേരത്തേക്ക് അവളുടെ സ്കില്ലായിരിക്കും കാണാൻ പോണത് അല്ലേ ഗ്രീഷ്മ? എവിടെ എണിച്ച്? അതെ ഗൈസ്. അപ്പൊ ഓക്കെ ബൈ. ഹലോ ഗായ്സ്, നമ്മളിനി ബിരിയാണിക്കുള്ള അരി റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനുള്ള അരി നമ്മൾ ഓൾറെഡി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള മസാലക്കൂട്ടുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഗീ നമ്മൾ അതൊക്കെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളകും അതിൻ്റെ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരിക്ക് വേണ്ടി. ഇത് മല്ലിയില, നാരങ്ങ, സവാള, ഇത് ബേ ലീഫ്. ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം മനസ്സിലായല്ലോ. പട്ട, കറിയാമ്പ്, ഏലക്ക, അങ്ങനെ ഇതിനെ ഞാൻ പറയുന്ന സ്റ്റാർ എന്ന്. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ഇത് ഗീ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ചിക്കൻ. അതിന് നമ്മളൊരു ആകെ ഒരു 50 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. ഇനിയും ഇരിക്കണം. നമ്മളിപ്പോൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗീ ആണ്. 2 ടേബിൾ സ്പൂൺ ഗീ. നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. എനിക്ക് സാധനം ഇടാൻ പേടിയാ. നമ്മ ഈ മസാലകൾ ഇതിലോട്ട് ഇടാണ്. ഇഷ്ടപ്പെട്ട തൽക്കാലം സവാള ആഡ് ചെയ്യണം. ഇവിടെ മണം വരുന്നുണ്ട്. കുറച്ച് മതിയല്ലേ. ഒരു ചെറിയ ചുമക്കവര് ഇതാക്കണം. ബാക്കിയുള്ള നമുക്ക് അരച്ച് വെച്ചാണ് പേസ്റ്റ് ഇടാം. നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. നെയ്യ് കഴിക്കുന്നൊന്നും മാറില്ല ഗൈസ്. വെളിച്ചെണ്ണ ഒഴിക്കരുത്. വരെ നെയ്യ് തന്നെ ഉണ്ടാക്കണം. അരിക്ക് വേണ്ടിയുള്ള വെള്ളമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സവാള, ബിരിയാണി മസാല കൂട്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നമ്മളൊന്ന് റോസ്റ്റാക്കി എടുക്കണം. നമ്മൾ കണ്ടു ഗൈസ്. നമുക്ക് ഈ വെള്ളം മതിയാവത്തില്ല. കുറച്ചും കൂടി വെള്ളം വേണം. കുറച്ചും കൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇതിലോട്ട്. നമ്മളിത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കണം. ഇതിൽ കുറച്ച് നാരങ്ങ നീരും ഉപ്പും ഇട്ട് നമ്മൾ തിളപ്പിക്കണം. എന്നിട്ട് വേണം അരിയിടാൻ. ചിലവര് കളർ ആഡ് ചെയ്യാറുണ്ട് റൈസിലേക്ക് വേണ്ടിയിട്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇനി അരി ഇടുമ്പോൾ കാണിക്കാം. നമ്മളിനി നീര് ഒഴിക്കുകയാണ്.
ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം. നമ്മൾ 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ. നമ്മളിത് നല്ല രീതിയിൽ ബോയിൽഡായിട്ട് വേണം നമ്മളിനി അരിയിടാൻ. വെള്ളം എത്ര മതിയമ്മ? അത് എനിക്കറിയത്തില്ല, നമുക്കിനി അരി ഇട്ടിട്ട് നോക്കാം. നല്ല രീതിയിൽ ബോയിലാണ്. ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നത്. അരി ഇപ്പോൾ വെള്ളം ഇതിന് കളഞ്ഞു. ഇത് ഏകദേശം ഇപ്പം തിളക്കാറായിട്ടുണ്ട്. നമുക്കിനി തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പം ഇനി ഇതിലോട്ട് ഇടുന്നതാണ്. എൻ്റെ അമ്മയാണ് ഇടുന്നത്. ഇനി നമ്മളിത് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ. ഇനി നമുക്കിത് ചിക്കനൊക്കെ വേവി. ഇതാണ് നമ്മുടെ ചിക്കൻ. ഇതാണ് നമ്മുടെ ബിരിയാണി അരി. നമ്മൾ റൈസ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചിക്കൻ ഇത് സെറ്റ് ആക്കണം. ഇതാണ് നമ്മുടെ ചിക്കൻ. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇത് വേവിക്കാം. നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഏകദേശം ചിക്കനൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളത് ഇനി ഇളക്കി നശിപ്പിക്കേണ്ട. എന്നാൽ നമുക്കൊന്നൊരു 5 മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് ഇളക്കാം. ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി. ഓക്കെ ഗൈസ്, നമ്മളിത് ഇളക്കട്ടെ. ഹൈ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പൊ ഇപ്പോ എന്തൊക്കെയോ അവള് കൊറേ കാട്ടിയില്ലേ, ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. റൈസൊക്കെ പൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെൽ ഓൾസോ. നമ്മുടെ ദമ്മിടണ ഗ്രേവി പൊച്ചിച്ചു കഴിച്ചെല്ലാരും. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ നേടി. എന്ത് നേടി? അവാർഡാ. സത്യം പറഞ്ഞ ഞാൻ സ്കൂട്ടർ വെച്ച വീട്ടിന്റെ അകത്ത് കയറിയപ്പോ നല്ല സ്മെല്ലായിരുന്നു കേട്ടാ. ഉള്ളതുപോലെ പറയണല്ലേ, അല്ലേ ഗൈസ്? ഞാൻ പറഞ്ഞു കണ്ണ് 2 കണ്ണ് മാത്രം സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടുമ്പോ കാണാം ഗൈസ്. ഗൈസ്, അമ്മ ഇപ്പൊ കാഷ്യൂ കിസ്മിസും നെയ്യില് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഇനി ഓണിയൻ വറുത്തെടുക്കാൻ വേണ്ടി പോണേ. നെക്സ്റ്റ് ബാച്ച്. ബിരിയാണി പോകട്ടെ. ഗൈസ്, നമ്മ ബിരിയാണിക്കായ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ദമ്മും കൂടി ഇട്ടാൽ മതി. ബാക്കി എല്ലാം സെറ്റായി. ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീഷ്മ ദമ്മിടും. ദമ്മിടാൻ പോണല്ലേ? സോറി, ഞങ്ങൾ നെയ്യ് വറുത്ത് തീർത്ത് പുതിയ നെയ്യ് വാങ്ങിക്കാൻ പോയേക്കണേ. എന്നിട്ട് ഞങ്ങൾ ദമ്മിടും. കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ബൈ. ഞങ്ങൾ നെയ്യൊക്കെ വാങ്ങി വന്നു. ഞങ്ങളുടെ നനിയെ നെയ്യൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ ദമ്മിടാം. നമ്മളല്ല ഗ്രീഷ്മയാണ് ദമ്മിടുന്നത്.
ഫസ്റ്റ് ലെയർ ചിക്കൻ ഗ്രേവി ഇട്ടിട്ടുണ്ട്. അതിന്റെ മേലിൽ നമ്മ റൈസ്, കിസ്മിസും സവാളയും കാഷ്യൂ, മല്ലിയല്ല ഗൈസ്. നെക്സ്റ്റ് പിന്നെ അതിനെ റിപ്പീറ്റ് അല്ലേ? അത് റിപ്പീറ്റ് ആണ്. ചിക്കൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി ദമ്മിന് വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പാനിലല്ല പറയണം, കടായി. വെയിറ്റ് ഇത് വെയിറ്റ് എടുത്തിട്ട് പൊക്കത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റവ് എത്തിച്ച് അത് ഒന്നും കൂടി ചൂടാക്കും. സിമ്മിൽ വെക്കണം. ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച്. ഓക്കെ, അപ്പോൾ സെറ്റ് ഗൈസ്. ഇനി നമുക്ക് കിച്ചൺ ക്ലീൻ ആക്കാം. ഇനി ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കാൻ ഗൈസ്. At last we are unboxing. ഞങ്ങൾ ദമ്മ പൊട്ടിക്കാൻ വേണ്ടി പോണേണ്. പൊട്ടിക്കാം. പൊട്ടിക്കാൻ നീ അല്ലേടി പറഞ്ഞ? പൊട്ടിക്കാം. ക്ഷീണം, ഷെഫ് ക്ഷീണിച്ച്. ഞാൻ കുളിക്കട്ടെ. അപ്പൊ നമ്മ പൊട്ടിക്കില്ലേ? നീ എന്താ ഉദ്ദേശിക്കണ? നീ തന്നെ നമ്മ പൊട്ടിക്കാ. പൊട്ടിക്കറില്ല. ചൂടുണ്ടല്ലോ. എങ്ങനെ എടുക്കണെന്ന് അറിയില്ല. എനിക്ക് ഇവിടെ പോലെ അറിയുള്ളൂ. എനിക്ക് ബാക്കി എടുക്കാൻ അറിയില്ല. അമ്മേനെ വിളിക്കുന്ന അമ്മ. അറിയില്ല എങ്ങനെ പിന്നെ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം. അടിന്നാ എടുക്കണ്ടേന്ന് അറിയാം. ഗൈസ് ഉണ്ടാക്കി തന്നേക്കണം. കാണുമ്പോ തന്നെ നല്ല രസമില്ലേ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കാറ്റ് തരാം. ഫസ്റ്റ് ഞാൻ ലെഗ് പീസ് ചോദിച്ച് വാങ്ങിച്ചതാണ്. എന്റെ ലെഗ് പീസ് കണ്ടില്ല. ലെഗ് പീസ് കൊണ്ടുപോയി. അതൊക്കെ ഉള്ള പീസ് ആദ്യം എടുക്കുക. കച്ചമ്പർ അച്ചാർ, സൂപ്പർ. ബിരിയാണി പൊളിയാണ്ട.
ഹലോ ഗൈസ്, അപ്പൊ നമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഫുഡും കഴിച്ച് ഗ്രീഷ്മയുടെ കുളി കഴിഞ്ഞ് എന്റെ ഒരു ഉറക്കവും കഴിഞ്ഞ്. അപ്പൊ റിവ്യൂ പറയാൻ വേണ്ടി അതാ. കൊള്ളാം ഗൈസ്, കുറച്ച് ഒരു പൊട്ടിക്ക് ഉപ്പ് കൂടി, പക്ഷെ ഓവറോൾ ഇറ്റ്സ് വെരി നൈസ് യമ്മി ബിരിയാണി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഗ്രീഷ്മ ഇത്ര വലിയ ഷെഫാന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ചിലപ്പോ ഒന്നേക്കിരിക്കണോ എനിക്ക് ചൂട് കൊടുക്കണം, ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ട് ഓക്കെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.